ഹലോ, വെൽക്കം ടു ലെറ്റ്സ് ലേൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിൽ സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും ഈ പോർഷൻസൊക്കെ കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അമോർഫസ് കരങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്. അമോർഫസ് കരങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്. യഥാർത്ഥ കരങ്ങൾ, ലോഹീയ കരങ്ങൾ, കപടകരങ്ങൾ, അയോണിക് കരങ്ങൾ. ഇതിൻ്റെ ഉത്തരം വരുന്നത് കപടകരങ്ങളാണ്. അതിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് അതിശീതീകൃത ദ്രവങ്ങൾ എന്നും കൂടെ പറയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിസ്റ്റലീയ കരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ടെഫ്ലോൺ, ക്വാർട്സ് ഗ്ലാസ്, ബെൻസോയിക് ആസിഡ്, ബേക്കലൈറ്റ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ബെൻസോയിക് ആസിഡാണ്. അടുത്ത ചോദ്യം, ദീർഘപരിധിക്രമം ഉള്ള പദാർത്ഥം. ദീർഘപരിധിക്രമം ഉള്ള പദാർത്ഥം ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ റബ്ബർ, ഓപ്ഷൻ ബി PVC, സോഡിയം ക്ലോറൈഡ്, ക്വാർട്സ് ഗ്ലാസ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് സോഡിയം ക്ലോറൈഡാണ്. അടുത്ത ചോദ്യം, പരൽക്കരത്തിനു ഉദാഹരണം. ക്വാർട്സ്, പ്ലാസ്റ്റിക്, ക്വാർട്സ് ഗ്ലാസ്, ഗ്ലാസ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ക്വാർട്സ് ആണ്. അതായത് പരൽക്കരത്തിന് ഉദാഹരണം വരുന്നത് ക്വാർട്സും, അതേപോലെ ഈ ക്വാർട്സ് ഗ്ലാസ് എന്നത് അമോർഫസ് കരത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, വലിച്ചു നീട്ടാനും അടിച്ചു പരത്താനും കഴിയുന്നത്. തന്മാത്രാകരങ്ങൾ, ലോഹീയ കരങ്ങൾ, ശൃംഖലാഖരങ്ങൾ ഇവയെല്ലാം. ഇതിലേതിനെയാണ് വലിച്ചു നീട്ടാനും അടിച്ചു പരത്താനും കഴിയുന്നത്? ലോഹീയ കരങ്ങളാണ് ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥം ഏത്? ഗ്രാഫൈറ്റ്, സോഡിയം ക്ലോറൈഡ്, ഐസ്, ഡയമണ്ട്. ഉത്തരം വരുന്നത് ഗ്രാഫൈറ്റ് ആണ്. അടുത്ത ചോദ്യം, അധ്രുവീയ തന്മാത്രാകരത്തിന് ഉദാഹരണം. CO2, NaCl, H2O, NH3. ഉത്തരം വരുന്നത് CO2 ആണ്, കാർബൺ ഡയോക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, ഐസ് ഏതുതരം കരത്തിന് ഉദാഹരണമാണ്? അധ്രുവീയ തന്മാത്രാകരങ്ങൾ, ധ്രുവീയ തന്മാത്രാകരങ്ങൾ, അയോണിക കരങ്ങൾ, ഹൈഡ്രജൻ ബന്ധനസ്ഥമായ തന്മാത്രാകരങ്ങൾ. ഉത്തരം വരുന്നത് ഹൈഡ്രജൻ ബന്ധനസ്ഥമായ തന്മാത്രാകരങ്ങളാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏത്? പരൽഖരങ്ങൾ അസമദൈശികമാണ്. അമോർഫസ് കരങ്ങളിൽ ദീർഘപരിധിക്രമം കാണുന്നു. അമോർഫസ് കരങ്ങൾ അസമദൈശികമാണ്. ഇവയെല്ലാം ശരിയാണ്. ഉത്തരം വരുന്നത് പരൽഖരങ്ങൾ അസമദൈശികമാണ്. അടുത്ത ചോദ്യം, രണ്ട് പോളാർ തന്മാത്രകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലം. ദ്വിധ്രുവ ബലം, ലണ്ടൻ ബലം, ദ്വിധ്രുവ പ്രേരിത ദ്വിധ്രുവ ബലം, ഹൈഡ്രജൻ ബന്ധനം. ഉത്തരം വരുന്നത് ദ്വിധ്രുവ ബലമാണ്.